ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർക്കുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവർ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ ചെറിയ മിസ്റ്റേക്ക് എല്ലാം കണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ അവർക്ക് വേണ്ട വീഡിയോ അല്ല, അറിയാതെ അവർ ഡിലീറ്റ് ചെയ്തത് മറ്റൊരു വീഡിയോ എല്ലാം ആയിരുന്നു. അതിനാൽ തന്നെ അവർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണ യൂട്യൂബിൻ്റെ പോളിസിയിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് റീസ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ന്. എന്നാലും നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഭാഗ്യ പരീക്ഷണം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് സെൻറ്ററിൽ പോയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഐ ഹാഡ് ഡിലീറ്റഡ് മൈ വീഡിയോ ബൈ മിസ്റ്റേക്ക്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ടു റിക്കവർ ഇറ്റ് എന്നെല്ലാം ചോദിക്കാം. ഇത്തരത്തിൽ ഈ ഇഷ്യൂ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റർ സപ്പോർട്ട് ടീമുമായി ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ അവിടെയും മെൻഷൻ ചെയ്യുക. അതായത് ഞാൻ അറിയാതെ എൻ്റെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു, അതിനാൽ തന്നെ ആ ഒരു വീഡിയോ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇവരുടെ കേസിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇവർ അബദ്ധവശാൽ ഡിലീറ്റ് ചെയ്ത ഈ ഒരു വീഡിയോ ഇത് ക്രിയേറ്റർ സപ്പോർട്ട് ടീം റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അതിനാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന ഈ ഒരു അബദ്ധമെല്ലാം ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നതിന് നമുക്ക് ക്രിയേറ്റർ സപ്പോർട്ട് ടീമുമായി ചാറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നമെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗുണം ചെയ്യും. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു കമന്റ് നോക്കാം. ഹായ് ബ്രോ, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിരുന്നു, ഇപ്പോൾ ഡിമോണിറ്റൈസ് ആയി കിടക്കുകയാണ്, അപ്പോൾ നെയിം മാറ്റിയാൽ പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ നെയിം എല്ലാം ചേഞ്ച് ചെയ്യാം, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ ഇത് റിവ്യൂവിന് വേണ്ടി സബ്മിറ്റ് ചെയ്തതിന് ശേഷമൊന്നും ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ നെയിം ഒന്നും ചേഞ്ച് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ റിവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം റിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. അല്ലാതെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിം ചേഞ്ച് നടത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിമോണിറ്റൈസ് ആയി നിങ്ങളുടെ ചാനലിൻ്റെ നെയിം നിങ്ങളുടെ ചാനലിന് സ്യൂട്ട് ആകുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഒരു ചാനൽ നെയിം എല്ലാമാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നെയിം ചേഞ്ച് ഒന്നും വരുത്തുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ഇത് മോണിറ്റൈസ് ആയ ഒരു ചാനലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൻ്റെ നെയിം എല്ലാം ചേഞ്ച് ചെയ്തിരുന്നു. അതായത് എൻ്റെ ഈ ഒരു ചാനൽ കാറ്റഗറിക്ക് കൂടുതൽ സ്യൂട്ടായ ഒരു നെയിം ഇതായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്തത്. അതിനാൽ തന്നെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് അതിന് സ്യൂട്ടാകുന്ന നല്ലൊരു നെയിം എല്ലാം സെലക്ട് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്